ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോ ആச்சு മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോർ എപ്പിസോഡ് നമ്പർ 2 ആയിട്ടാണ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആവണം, പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള്. ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നത് എവിടെയായിട്ടൊരു കൗ ക്രഷർ ഫാം കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാമെന്നാണ് വെച്ചത്. പിന്നെ ഇത് അത്യാവശ്യം സിമ്പിളായതുകൊണ്ട് പിന്നെ ഞാനിത് ഉണ്ടാക്കിയില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം AFK നിന്നപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യത്തിനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെയായിട്ട് ചെറിയൊരു വീറ്റ് ഫാമും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ലെതറും കൂടിയും കിട്ടുന്നുണ്ട്. അതെന്തായാലും നൈസാണ്. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റും. കാരണം ഇവിടെ ബേസിൻ്റെ അകത്ത് ഇപ്പം നിൽക്കാൻ പറ്റുന്നില്ല, നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ. മിക്കവാറും ഞാൻ അത് പൊട്ടിച്ച് മാറ്റും. പിന്നെ അത് എവിടെയായിട്ട് മൊത്തം നമ്മൾ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്, ചെസ്റ്റ് റൂമും പിന്നെ അവിടെയായിട്ടൊരു ബെഡും സെറ്റാക്കിയിട്ടുണ്ട്. അത്ര തന്നെയാണ് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെയായിട്ടൊരു ഫർണസും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും സെറ്റാക്കിയിട്ടുണ്ട്. വലിയ പോറില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഓരോരോ സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത്ര കാര്യങ്ങൾ തന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ചെറിയൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പിന്നെ പറഞ്ഞുതരാം. ഇനി എന്തായാലും നമുക്ക് മൈനിങ്ങിന് വേണ്ടി പോകാം. അത് ഇവിടെ ഈ ഒരു കേവിൻ്റെ അവിടെയായിട്ട് ഞാൻ ചെറിയൊരു മൈനിങ് സെറ്റപ്പ് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അതുവഴി കുഴിച്ച് പോകാം. നൈറ്റ് വിഷൻ ഓക്കെ. ഈ ഒരു ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് കുഴിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഞാൻ കുറച്ച് അയൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴിച്ച് പോയത് ഈ ഒരു ഭാഗത്തായിട്ട്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇത് ഏകദേശം ഒരു 31 അത്ര തന്നെ എത്തിയിട്ടുള്ളൂ. നമുക്ക് മൈനസിലോട്ടേക്ക് പോകണം. ഞാൻ വല്ല കേവോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. 4 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് എവിടെയായിട്ട് ചെറിയൊരു കേവ് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അത് എവിടെയായിട്ട് ഈ ഒരു സംഭവം ഉണ്ട്, ഡ്രിപ്പ് സ്റ്റോണ്. ഇതും നമുക്ക് എടുക്കാം. ഇത്തിരി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ മറ്റേ ലാവാ ഫോമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ബിൽഡിന് വേണ്ടിയിട്ടും ഇതെടുക്കാം. വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് കേവ് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമുക്കാണെങ്കിൽ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അയൺ ഫാം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അയൺ കിട്ടണമെന്ന് അത്രയും മൈൻഡ് ചെയ്യാം. ഇവിടുന്ന് ഏകദേശം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും അവിടെയും കൂടിയും കുറച്ച് കാണുന്നുണ്ട്, അവിടേക്കും കൂടി പോവാം. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി എക്സ്പ്ലോർ ചെയ്യട്ടെ. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഡയമണ്ട് നമ്മുടെ ഈ വേൾഡിലത്തെ. നമുക്ക് അയൺ പിക്കേക്സ് അങ്ങോട്ട് എടുക്കാം. പൊട്ടിച്ച് മാറ്റുമ്പോൾ ഒരു 2 എണ്ണമെങ്കിലും ബാക്കിൽ വേണം പ്ലീസ്. ഓക്കെ, ഡയമണ്ട്സ് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്, നൈസ്. ഒരെണ്ണം കൂടി ഉണ്ടാവുമോ? അത്ര തന്നെയുള്ളൂ. നമുക്ക് 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമായി. ഇനി എന്തായാലും ഞാൻ ബാക്കി കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അടുത്ത ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെയായിട്ട് ഒരെണ്ണം കിടക്കുന്ന കാണാനായിട്ടുണ്ട്. ഒരു 2 എണ്ണം പ്ലീസ്, 2 എണ്ണം കൂടി, അല്ലെങ്കിൽ 3 എണ്ണം. 3 എണ്ണം കിട്ടി, നൈസ്. 4 എണ്ണം ഉണ്ട്. 5 എണ്ണം. ഇതിപ്പോൾ കിട്ടുന്നത് മൊത്തം തോനെയാണല്ലോ. എന്തായാലും നല്ലതാണ്. നമുക്ക് കൂടുതൽ ഡയമണ്ട് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡയമണ്ട് ആർമറിൽ ഇടാനായിട്ട് പറ്റും. ഇവിടെ കുറച്ച് റെഡ് സ്റ്റോണും കൂടി ഉണ്ട്. റെഡ് സ്റ്റോണും കൂടി നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം റെഡ് സ്റ്റോൺ ബിൽഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇത്തിരി റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യാം. പിന്നീട് നമുക്ക് വരേണ്ട ആവശ്യം വരില്ല. ഇനി എന്തായാലും ഞാൻ ബാക്കിയും കൂടി ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ഇവിടെയൊക്കെ ആണെങ്കിൽ വലിയ വലിയ കേവാണ്, അതാണ് പ്രശ്നം. ഞാൻ നോക്കി കളിച്ചില്ലെങ്കിൽ ഈ ഹാർഡ് കോർ ഇവിടെ വെച്ച് തീരും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രം കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇടയിൽ എപ്പോഴെങ്കിലും ടൈം ലാപ്സ് പോലെ ഞാൻ ഇട്ടോളാം.
എൻ്റെ പൊന്നോ ഇപ്പം തന്നെ ചത്തേനെ. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്. അങ്ങനെ കുറേ നേരത്തെ തീരുമാനത്തിന് ശേഷം നമുക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എനിക്കിതാ 39 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ദൂരം വന്ന്, കുറേ ദൂരം എന്ന് വെച്ചാൽ കുറേ ദൂരം, 39 ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനായിട്ട് നല്ല പാടുള്ളതാണ്. സോ അങ്ങോട്ട് കണ്ടില്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു ഡയമണ്ട് കൂടി കിടക്കുന്നുണ്ട്, ഞാൻ കണ്ടില്ല. ഇനി ഇവിടെ ഓക്കെ വേറെ ഒന്നുമില്ല. സോ ഒരു കാര്യം ചെയ്യാൻ, ഇനി എന്തായാലും ഞാൻ മേലോട്ടേക്ക് എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. കാരണം ഏതിനൊക്കെ വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. സോ എന്തായാലും ഞാൻ അവിടെ എത്തട്ടെ. കുറേ നേരത്തിന് ശേഷം എന്തായാലും നമ്മുടെ സ്റ്റെയർ കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനൊന്ന് മുകളിലോട്ടേക്ക് ഒന്ന് പോട്ടെ. ഇപ്പം നമ്മുടെ കയ്യിൽ 40 ഡയമണ്ട് ഉണ്ട്. ഇത് തന്നെ മതി നമുക്ക് ഫുൾ ആർമർ ആൻഡ് ടൂൾസ് ഉണ്ടാക്കാനായിട്ട്. ഗൈസ് പുറത്ത് നോക്കുകയാണെങ്കിൽ രാത്രിയാണ്. രാത്രി മഴയും കൂടിയാണ്. അപ്പോൾ പിന്നെ മോബ്സിൻ്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങാം. സൈഡിലായിട്ട് ആരൊക്കെയൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ മൈൻഡ് ആക്കണ്ട. നമ്മുടെ വീടിനാണെങ്കിൽ വാതിലൊന്നുമില്ല. പുതിയൊരു മോഡൽ ട്രൈ ചെയ്തതാണ്. എങ്ങനെയുണ്ട് ഇതൊന്ന് പറയുക. ഓക്കെ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ആയിട്ടൊരു ക്രീപ്പറും കാര്യങ്ങളും സ്പോൺ ആയിട്ടുണ്ട്. അവൻ ഡിസ്പോണായി പോയിക്കോളും കുറച്ച് കഴിഞ്ഞാൽ. നമ്മുടെ കയ്യിൽ മൊത്തം സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാം. സോ അയ്യോ സോംബി, ഇപ്പോൾ ഇവിടുന്ന് വന്നു. വെള്ളം ഒഴിക്കി. ഇതാണ് കോപ്പർ ആർമറിൽ ഉള്ള കുഴപ്പം. ഒരു അടിക്കാണ് നമ്മുടെ 3 ആർട്ടൊക്കെ പോയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തന്നെ ഡയമണ്ട് ആർമർ സെറ്റാക്കാന്നുള്ള ഒരു ഇതിലോട്ടേക്ക് വന്നത്. സോ ഇതൊന്ന് ഞാൻ സോർട്ട് ചെയ്യട്ടെ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ടൂൾസ് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മളുള്ളൊരു പിക്കാക്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ നമ്മൾ പോലത്തെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് ഈസ് ഹിയർ. ഇനി ഒരു ആക്സും കൂടി ഉണ്ടാക്കാം. സോ ഇത്ര തന്നെ മതി. എൻ്റെ ഒരു സോഡും കൂടി ഇരിക്കട്ടെ. ഷവൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല, കാരണം ഡയമണ്ട് തികയുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു എൻചാൻറ്റിങ് സ്റ്റേഷനും കൂടി സെറ്റാക്കണം. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ എൻചാൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻലി വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. പിന്നെ ഈ ഒരു ഞാൻ നന്നായിട്ട് എൻചാൻറ്റിങ് ചെയ്യുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഒരു എൻചാൻറ്റിങ് സ്റ്റേഷനും കൂടി സെറ്റാക്കണം. സോ നമുക്കിത് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റും ബൂട്ടും ആൻഡ് ഇനി ഒരു ലെഗിൻസിൻ്റെയും കൂടിയും കുറവുണ്ട്. സോ അതും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കോപ്പർ ആർമർ നമുക്ക് ഇപ്പോഴത്തേക്ക് അഴിച്ച് വെക്കാം. ഇനി ഞാൻ കൊണ്ട് കളയുന്നൊന്നുമില്ല, നമ്മുടെ വേൾഡത്തെ ഫസ്റ്റ് ആർമറാണ്. സോ യെസ്, നമ്മളത് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസിലോട്ടേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി എൻ്റെ ഇഷ്ടംപോലെ ഡയമണ്ട് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഷവലും കൂടി ഉണ്ടാക്കാം. 8 ഉണ്ട്. ഓക്കെ ഒരു ഷവലും കൂടി ഉണ്ടാക്കാം. ബാക്കി നമ്മുടെ കയ്യിൽ 7 ഉണ്ടാവും. തികയും, എന്തായാലും തികയും. ഓക്കെ നമ്മളങ്ങനെ ഒരു ഷവലും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബാക്കി സംഭവം കൂടി ഒന്ന് സോർട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ നമ്മൾ അങ്ങനെ ഇത് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 50 XP ഉണ്ട്. ഒരു കൗ ക്രഷർ ഫാമിൽ നിന്നാണ് നമുക്ക് കുറേ XP കിട്ടിയത്. ആൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ ഒരു നെതർ പോർട്ടലുണ്ട്. ഇതാണ് ഞാൻ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വേറെ സംഭവം ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ കോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ ഞാൻ കുറച്ച് ഫാംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ നമ്മുടെ റെഡ് സ്റ്റോൺ ഇല്ലയെന്ന്. പിന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാമെന്ന് വെച്ചു. ആൻഡ് ഞാൻ നെതറിൻ്റെ അകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇത്തിരി ഒബ്സീഡിയനാണ് ഫോർ നമ്മുടെ എൻചാൻറ്റിങ് സംഭവമില്ല, എൻചാൻറ്റിങ് ടേബിൾ, അതിന് വേണ്ടിയിട്ട്. സോ എന്തായാലും ഞാൻ കുറച്ച് ഒബ്സീഡിയൻ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ അതത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഷുഗർ കെയിന് ഒരു ചെറിയൊരു ഫാം പോലെ സെറ്റാക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര തന്നെ ഉള്ളൂ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇപ്പോൾ 6 സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അത് മതി. നമ്മൾക്ക് അത് ഫാമായി വരണം. അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സോ ഇനി നമ്മുടെ ഡയമണ്ട് 2 വേണ്ടത് തോന്നുന്നു. 2 തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ റെഡിയാണെങ്കിൽ. സോ ഇനി
ഒരു ബുക്ക് വേണം. ബുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ലെതർ വേണം. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. നമ്മുടെ കയ്യിൽ വുഡും ഇല്ല. കുറച്ച് വുഡും കൂടിയൊന്ന് ഞാൻ മൈൻഡ് ചെയ്യുക. എല്ലാം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓരോന്നായി പറയുമ്പോഴേക്കും ടൈം കുറേ എടുക്കും. അതാണ്. ഫൈനലി ഒരു എൻജോയിങ് ടേബിൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റിന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മറ്റേ ബുക്ക് ഷെൽഫ് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഞാൻ അടുത്ത ഇതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത എപ്പിസോഡാകുമ്പോഴേക്കും ഞാൻ സെറ്റാക്കാം. സോ ഇനി എന്തായാലും നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അടുത്തൊരു ഗോള്. സോ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ആൻഡ് നമുക്ക് ചെറുതായിട്ട് ഈ ഒരു ഷുഗർ കെയിൻ ഫാമും കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് പോകാം. കാരണം ഇനി വരുമ്പോഴേക്കും ഇത് സെറ്റാകുമോ എന്ന് എനിക്കറിയില്ല. സെറ്റായാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇവിടെ AFK നിൽക്കേണ്ടി വരും മിക്കവാറും. സോ എന്തായാലും ഞാനിനി കുറച്ച് സംഭവം ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് നമുക്ക് വില്ലേജ് തപ്പി പോവാം. ഓക്കെ, ഞാനെല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട്. നമ്മൾ ആ സൈഡിലോട്ടൊക്കെയാണ് വില്ലേജ് തപ്പി പോകാനായിട്ട് പോകുന്നത്. കാരണം ഒരു സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരാനായിട്ട് നേരെ വന്നാൽ മതി. കോർഡിനേറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിലോട്ടേക്ക് പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ നെതർ പോർട്ടലിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തന്നിട്ടില്ല അല്ലേ? സോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്രിംസൺ ഫോറസ്റ്റിൻ്റെ വേറെ എന്താ അതിൻ്റെ അകത്തുള്ളത്? കുറച്ച് ലൂട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തെവിടെയും ഫോട്ടോസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് വിഷൻ ഇട്ടുണ്ട്. അതുകൊണ്ടാണ് നൈറ്റ് വിഷൻ ഓഫാക്കി കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കും. സോ നൈറ്റ് വിഷൻ ഒന്ന് ഓണാക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൻ്റെ അകത്ത് ഫോട്ടോസും കാര്യങ്ങളും കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമൊന്ന് തീർത്തിട്ട് പെട്ടെന്ന് ഈ ഒരു വേൾഡിൻ്റെ അകത്ത് OP ആവണം. അതാണ് ഞാൻ നോക്കുന്നത്. സോ എന്തായാലും ഞാൻ കുറേ നേരം പോട്ടെ. എവിടേക്കെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, കുറേ നേരത്തിന് ശേഷം കിട്ടി. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. നമുക്കെന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സൈഡിൽ നിന്നായിട്ട് ലൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വില്ലേജസിനെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യും. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാനായിട്ട് ഒന്നാമത് ടൈമില്ല. അതാണ്. പിന്നെ വീഡിയോ കണ്ട് ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ ആ സൈഡിലാണെങ്കിൽ അക്കീഷ്യ ബയോമുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഫാർമറിൻ്റെ വീടുണ്ട്. ഇതിനകത്തുനിന്ന് പൊട്ടാറ്റോ നൈസ് പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട് 13 എണ്ണം. അപ്പോൾ ഇനി നമുക്ക് കൗക്കർഷർ ഫാം പൊട്ടിച്ച് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പൊട്ടാറ്റോസ് ഉണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. ഗോൾഡൻ ക്യാരറ്റ് ആവുന്നത് വരെ പൊട്ടാറ്റോസ് ഉണ്ട്. സോ അവിടെയായിട്ട് കുറച്ച് അയൺ ഉണ്ട്. ഇതും കൂടി ഒന്ന് എടുക്കാം. കാരണം ഇപ്പോൾ നമുക്ക് അയൺ ഫാം ഇല്ലാത്തതുകൊണ്ട് അയൺ നല്ല രീതിക്ക് വാല്യുബിളാണ്. സോ അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ഈ ഒരു വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. വൈകുന്നേരമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വില്ലേജസും ഇവിടെ ആയിട്ട് കൂടി നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ വില്ലേജിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ടുള്ളൂ. വലുതായിട്ട് അത്രമാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ കുറച്ച് ഏബേൽസും കിട്ടി. ആൻഡ് അവിടെ ആയിട്ടൊരു വില്ലേജർ സ്റ്റക്കായി കിടക്കുന്നു. ഇവനെയും കൂടി ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ അവിടെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നീ മാത്രം എന്താ അവിടെ ഒറ്റയ്ക്ക്? ബീട്രൂട്ടും കൂടി എടുക്കാം നമുക്ക്, പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇവനെന്തത് ലാഗായി ഗെയിം? ഇവിടെ ഓക്കെ, ഇതേ അങ്ങോട്ട് പോകുന്നു. സോ എന്തായാലും ഞാൻ നൈറ്റ് ആയി കഴിഞ്ഞ് ഇവന്മാരെല്ലാവരും നമുക്ക് മറ്റേ പൂട്ടിയിടാനായിട്ട് പറ്റും. സോ എന്തായാലും ഞാൻ നൈറ്റ് ആവുന്നത് വരെ കാത്തു നിൽക്കാം. നൈറ്റ് ആയപ്പോൾ എല്ലാവരും കൂടി പോകുന്ന നോക്കിക്കേ. സോ ഇവന്മാരൊന്ന് ജസ്റ്റ് തള്ളി വിട്ടാൽ മതി. ഒരു വീടിൻ്റെ അകത്ത് തന്നെ 2-3 ആൾക്കാരുണ്ടാവും. നീയും കൂടി കയറിക്കോ. ഇതിൻ്റെ അകത്ത് 3 ആൾക്കാരുണ്ട്. സോ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാം.
ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്. ഇതും കൂടി ക്ലോസ് ചെയ്യാം. ആൻഡ് ഈ വാലും കൂടി അതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ അമ്മമാർക്കൊന്നും ഉത്തരവാദിത്തമില്ല. വാതിൽ തുറന്നിട്ടിട്ട് പോയി കിടക്കുന്നു. ഇനി ഈ വീടിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്, കണ്ടില്ല, എല്ലാ ബേസിൻ്റെ അകത്തും ആൾക്കാരുണ്ട്. ഇതാകുമ്പോൾ പിന്നെ എല്ലാവരെയും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ പോലും മിസ്സാവില്ല. എൻ്റെ ഈ ചാട്ടങ്ങൾ ഒത്തിരി കൂടുന്നുണ്ട്. MG അറിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അപ്പോൾ അതും അറിയില്ല, വെറുതെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ ഹാർഡ് കോർ വേൾഡ് കൈവിട്ട് പോവും. വീട്ടിൻ്റെ അകത്ത് മാത്രം ആരുമില്ല, സോ നമുക്ക് ഇവിടെ കയറി കിടന്നുറങ്ങാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതൊരിക്കും താച്ച, ബൈ ബൈ.